ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബം തിരുസുന്നത്തിൽ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ജീവിത നിമിഷങ്ങളും ഒരു വിശ്വാസി എന്ന നിലയിൽ അതേപടി ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുള്ളതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗരേഖകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ പോലെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ മനസ്സിലാക്കേണ്ടതാണ് തിരുസുന്നത്തും. ഖുർആൻ പല ഭാഗത്ത് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് ഖുർആൻ്റെ തിബിയാനാണ്, വിശദീകരണമാണ്. ഖുർആൻ എന്നത് അടിസ്ഥാന ആശയങ്ങൾ പഠിപ്പിക്കുന്നതാണെങ്കിൽ അതിൻ്റെ വിശദീകരണം എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രാധാന്യമുള്ളതായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ലോകാവസാനം വരെയുമുള്ള മനുഷ്യർക്ക് ഒരു മാർഗദർശനമായി റഹ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് തന്നെ ആവണം നമ്മളുടെ ചർച്ച തുടങ്ങേണ്ടത്. കാരണം കുടുംബം എന്നുള്ള ആശയം തുടങ്ങുന്നത് ഭ്രൂണത്തിൽ നിന്നാണ്, റഹ്മ് എന്നുള്ള പദത്തിൽ നിന്നാണ്. അത് ഈ റഹ്മത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മാതാവ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് വാപ്പ ഉമ്മ കുടുംബം എന്ന് പറയുന്നത്. അത് റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് തന്നെയാണ് രൂപപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസുണ്ട്. നമ്മൾ ഹദീസ് ഖുദ്സി എന്നാണല്ലോ അതിന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനല്ലാഹ്, ഞാൻ അള്ളാഹുവാണ്, വ അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, ഖലഖ്തു റഹ്മ, ഞാനാണ് ഭ്രൂണത്തെ റഹ്മിനെ സൃഷ്ടിച്ചത്, വ ശഖഖ്തു ലഹാ മിൻ ഇസ്മി, നാമാണ് അതിനെ എൻ്റെ പേരിൽ നിന്ന് ഭിന്നിപ്പിച്ചത്, വിഘടിപ്പിച്ചത്, ഫമൻ വസലഹ, അതിനെ ആര് ബന്ധം വിളക്കി ചേർക്കുന്നുവോ, വസൽത്തുഹു, നാം വിളക്കി ചേർത്തിട്ടുണ്ട്, വമൻ ഖതാഹ, അതിനെ ആരാണോ വിഘടിപ്പിച്ചത്, മുറിപ്പിച്ചത്, ഖതഹ്തുഹു, ഞാനും അതിനെ മുറിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അതായത് റഹ്മാൻ എന്നുള്ള പദം, അതിൽ നിന്നാണ് റഹ്മ് എന്നുള്ള പദമുണ്ടായെന്ന് ഖുദ്സിയായ ഹദീസിൽ നമുക്ക് തന്നെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം പോലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ള പദമാണ്. എത്രത്തോളം നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പദമാണെന്ന് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും വിശദീകരിക്കാൻ വേണ്ടി സൂറത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പേരുള്ള സൂറത്തിൽ വിശ്വാസികളെ ഉപമിക്കാൻ വേണ്ടി പറഞ്ഞ പദം റുഹമാ ബൈനഹും എന്നാണ്. വിശ്വാസികൾ പരസ്പരം കാരുണ്യമുള്ളവരാണ്. എന്നാൽ അഷ്ദദ് അലൽ കുഫാർ, കാഫിറുകൾക്കെതിരിൽ, അതായത് ധിക്കാരത്തിനും ദൈവനിഷേധത്തിനും നിരീശ്വരവാദത്തിനും എല്ലാത്തിനും എതിരെ ഒരു കർക്കശ നിലപാടുള്ളവരാണ് വിശ്വാസികൾ. ഒരു ഒട്ടുവീഴ്ചയും കാണിക്കാത്തവരാണ് വിശ്വാസികൾ. എന്നാൽ പരസ്പരം റുഹമ ആണ്. ഈ റഹ്മത്തിൽ നിന്ന്, ഈ റഹ്മിൽ നിന്നുള്ള ആശയം ഉൾക്കൊള്ളുന്നവരാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണമായി പഠിപ്പിച്ചത്. നമുക്കറിയാവുന്ന മറ്റൊരു പദമാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ അടിമകൾ. അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് വിശദീകരിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പദമാണ് ഇബാദുർ റഹ്മാൻ. ഞാൻ പറഞ്ഞത് കുടുംബം എന്ന് പറയുന്നത്, റഹ്മെന്ന് പറയുന്ന, ഭ്രൂണം എന്ന് പറയുന്ന ചർച്ചയിൽ നിന്നാണ് രൂപപ്പെടുന്നതെങ്കിൽ ആ ഒരു ആശയം ഉരുത്തിരിയുന്നത് ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ അനർ റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ്. ഒരു കുടുംബത്തിലുള്ളവർ പരസ്പരം എത്രത്തോളം കാരുണ്യബോധമുള്ളവരാവണം എന്നൊരാശയം ആ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
പരസ്പരം കരുണ കാണിക്കാത്തവർ, പരസ്പരം സിമ്പതിയും എമ്പതിയും കാണിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രാവശ്യം പറഞ്ഞതായും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. റഹ്മാൻ്റെ അടിമകളാണെങ്കിൽ നിങ്ങളെങ്കിൽ അതേ റഹ്മത്ത് നിങ്ങളിലും ഉണ്ടാവണമെന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് കാണാം. സൂറത്ത് റൂം 38-ാമത്തെ ആയത്തിൽ വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്ന സബീൽ, നിങ്ങളുടെ കുടുംബക്കാർക്ക് കൊടുക്കുക. ഉള്ളവർ, സമ്പത്തുള്ളവർ, സഹായിക്കാൻ കഴിവുള്ളവർ, സാഹചര്യങ്ങളും സന്ദർഭമുള്ളവർ, സൗകര്യങ്ങളും സൗഭാഗ്യവും ഉള്ളവർ നിങ്ങളിൽ ഇല്ലാത്തവർക്ക് നൽകണം. അതായത് നിങ്ങളുടെ കുടുംബക്കാരന് പ്രയോറിറ്റി, പ്രാമുഖ്യം നൽകണമെന്ന്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽ മിസ്കീൻ, അഗതികൾക്ക്, ദരിദ്രർക്ക്, വബ്ന സബീൽ, ആരോരുമില്ലാത്ത ആൾക്കാർക്ക്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആതിദൽ ഖുർബ, കുടുംബക്കാരന് നൽകണമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്ന വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെയും ഒരു സംരക്ഷണത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണാം. മനുഷ്യന്മാരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പോലും അർരിജാൽ ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്ന ഭാഗമുണ്ട്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കൾ എന്നാണ് നമ്മൾ അതിനർത്ഥം പറയുന്നതെങ്കിൽ പോലും സാമ്പത്തിക മേഖലകളിലും കുടുംബകാര്യങ്ങളിലും അമിത ചുമതല ഉള്ളവർ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അതായത് പ്രൊട്ടക്ഷൻ നൽകേണ്ടവർ എന്നർത്ഥം. അതുപോലെ തന്നെ വലിയവർ ചെറിയവരോട്, മൂത്തവർ ഇളയവരോട് കാരുണ്യവും എമ്പതിയും കാണിക്കേണ്ടവർ, പ്രൊട്ടക്ഷൻ നൽകേണ്ടവർ. ചെറിയവർ വഴിതെറ്റിപ്പോയാൽ വലിയതവർ എന്നാൽ ഞാനും മാറില്ല എന്ന് പറയുന്ന ഷാഠ്യം പിടിക്കേണ്ടവരല്ല. ആരാണ് കൂടുതൽ കരുണ കാണിക്കേണ്ടത്? വയസ്സ് മൂത്തവർ, വിവരമുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ്റെ വർത്തമാനം പറയുന്ന ഭാഗത്തേക്കും കരുണയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ആയത്തിൽ വ ഉലുൽ അർഹാമു ബഅ്ളുഹും ഔലാ ബഅ്ളും ഫി കിതാബില്ലാ, സൂറത്ത് അൻഫാൽ 75-ാമത്തെ ആയത്തിൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ കുടുംബ ബന്ധമുള്ളവർ പരസ്പരം കാരുണ്യബോധം കാണിക്കുന്നവരാണ്, പരസ്പരം വലിയകളാവേണ്ടവരാണ്, പരസ്പരം അടുപ്പക്കാരാവേണ്ടവരാണ്, പരസ്പരം രക്ഷാധികാരികളും മേൽനോട്ടക്കാരും ആവേണ്ടവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം നൽകേണ്ടവരാണ്. കുടുംബത്തിനെ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ഈ ആശയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയും പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ ഈ ഒരു സാഹോദര്യ ബന്ധം നിലനിൽക്കുന്നുണ്ടോ? നമുക്കിടയിൽ മുറിവ് ഏറ്റവർ അതേ മുറിവുമായി എത്ര കാലമാണ് നീണ്ടു നിൽക്കുന്നത്? കുടുംബ ബന്ധം എന്തോ ചെറിയ കാര്യങ്ങളാൽ മുറിവ് പറ്റിയവർ അവൻ വന്ന് എന്നോട് സോറി പറയട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ട് ഇനി എത്ര കാലം നീണ്ടു നിൽക്കുന്നവരാണെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഭാഗങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പല സന്ദർഭങ്ങളിൽ ആദ്യം സലാം പറയുന്നവനാണ്, ആദ്യം കനിവ് കാണിക്കുന്നവനാണ് എൻ്റെ കൗമിലെ ഏറ്റവും ഉത്തമർ. എൻ്റെ കൗമിൽ ഏറ്റവും ഉത്തമർ ആദ്യം ചെന്ന് സലാം പറയുന്നവരാണ്, ആദ്യം സോറി പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്ത് ആലിംഗനം ചെയ്ത് ഒന്നായി തീരുന്നവരാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഉലുൽ അർഹാം, കുടുംബ ബന്ധമുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ബഅ്ളുഹും ഔലാ ബി ബഅ്ളിൻ ഫി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിൽ തന്നെ അത് എഴുതി വച്ചിരിക്കുകയാണ്. ആർക്കാണ്? പരസ്പരം വലിയകളാവുന്ന, പരസ്പരം പ്രാധാന്യം നൽകുന്നവരായി മാറേണ്ടതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഭാഗത്ത് പറയുന്നത് കാണാം. അതുപോലെ തന്നെ വിശ്വാസിയുടെ ഗുണമായി ഒരു വിശ്വാസി എങ്ങനെ ആവണം, ഒരു വിശ്വാസിയുടെ മൂല്യം എന്ത് എന്ന് പറയുന്ന ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദ് 21-ാമത്തെ ആയത്തിൽ പറയുന്നു വല്ലദീന യൂസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. വിശ്വാസികൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദിൽ പറയുന്നത് നാം കൂട്ടിച്ചേർക്കണമെന്ന് കൽപ്പിച്ചത് കൂട്ടിച്ചേർക്കുന്നവരാണ് വിശ്വാസികൾ.
ഖുർആൻ മറ്റു പലത്ത് ബന്ധം മുറിക്കുന്നവനെ ഫാസിഖ് എന്ന പദമാണ് ഉപയോഗിച്ചത്, തെമ്മാടി എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. ധിക്കാരി എന്നും തോന്നിയവാസി എന്നുള്ള പദമാണ് ഫാസിഖ് എന്നതിൻ്റെ അർത്ഥം. എല്ലാ നന്മയുടെ അതിർവരമ്പുകളും ലംഘിക്കുന്നവൻ എന്നാണ് ഭാഷാപരമായി ഫാസിഖ് എന്ന പദത്തിൻ്റെ അർത്ഥം. അത് കുടുംബബന്ധം മുറിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഉപയോഗിച്ചതായി നമുക്ക് കാണാം. ഫാസിഖാണവൻ. അങ്ങനെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്, വിളക്കി ചേർക്കാൻ കൽപ്പിച്ചത് വിളക്കി ചേർക്കുന്നവരാണ് വിശ്വാസികൾ. അതുമാത്രമല്ല, ആ കാര്യത്തിൽ അല്ലാഹുന വയഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ ഖശിയത്ത്, ഭയം നിലനിർത്തുന്നവരാണ്. അള്ളാഹു എന്നിൻ്റെ കാര്യത്തിൽ, അള്ളാഹു കൽപ്പിച്ചതിൻ്റെ കാര്യത്തിൽ ഞാനൊരു മടി കാണിച്ചാൽ അതിൽ അള്ളാഹു എന്നോട് പിണങ്ങുമോ എന്ന ഭയം നിലനിർത്തുന്നവരാണ് വിശ്വാസികൾ. പിന്നെ പറഞ്ഞു വയഖാഫൂന സുഅൽ ഹിസാബ്, മോശമായ വിചാരണയെ ഭയക്കുന്നവരാണവർ. കാരണം ഇക്കാര്യത്താൽ പിന്നീട് വിചാരണ നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് നാണത്തോടുകൂടി ലജ്ജയോടുകൂടി മറുപടി പറയേണ്ടി വരുമോ എന്ന് ഭയക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പോൾ കുടുംബ ബന്ധം ചേർക്കാൻ കൽപ്പിച്ചത് ചേർക്കുക, മുറിച്ചത് അത് വിളക്കി ചേർക്കുക. ഖുർആൻ ഇതേ രീതിയിൽ പലവട്ടം പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് നിസായിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ. സൂറത്ത് നിസായിൻ്റെ പ്രത്യേകത കുടുംബ ബന്ധത്തെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അനന്തരാവകാശങ്ങളെക്കുറിച്ച്, കുടുംബക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച്, പാവങ്ങളെക്കുറിച്ച്, കടത്തെക്കുറിച്ച്, വസിയത്തിനെക്കുറിച്ച്, അതായത് കുടുംബ ബന്ധത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സൂറത്താണ് സൂറത്ത് നിസാ. ആ സൂറത്തിന് തുടക്കം തന്നെ അള്ളാഹു പറയുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ഈ പരസ്പരം ചോദിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹുവിനോട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചിരുന്നു. മാത്രമല്ല കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, കുടുംബക്കാരുടെ കാര്യത്തിലും ഒരുപാട് സംശയങ്ങൾ വസിയത്തുമായി ബന്ധപ്പെട്ടതായും അതുപോലെ തന്നെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതായും കുടുംബ ബന്ധത്തിൻ്റെ വിള്ളലുകളുമായി ബന്ധപ്പെട്ടതൊക്കെ പല ചോദ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹു ആ വിഷയം തുടങ്ങുന്നത്, സൂറത്ത് നിസാ തുടങ്ങുന്നത്, നിങ്ങൾ എന്തിൻ്റെ കാര്യത്തിലാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിനാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അതിൽ നിങ്ങൾ തഖ്വ പുലർത്തുക, ആദ്യം സൂക്ഷ്മതയുണ്ടാവുക. എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? അള്ളാഹുവിനെ ഭയക്കാനാണോ? ഞാൻ ഇനി പറയാൻ പോകുന്ന നിയമങ്ങളെ നിങ്ങൾ ആത്മാർത്ഥതയോട് സ്വീകരിക്കാനാണോ? അതുകൊണ്ട് ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് നിസാ തുടങ്ങുന്നത് പോലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ സൂറത്ത് മുഹമ്മദ് 22-ാമത്തെ ആയത്തിൽ കുടുംബബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച്, അതിൽ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നത് കാണാം. ഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അം തുസ്വിദു ഫിൽ അർളി വതഖ്തഹു അർഹാമക്കും, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നു, കുടുംബബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന രീതിയിൽ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തരത്തിൽ കുടുംബബന്ധം എന്നത് വളരെ അനിവാര്യമായ ഒരു യൂണിറ്റായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഈമാനിൻ്റെ ഭാഗമാണ് കുടുംബബന്ധം വിളക്കി ചേർക്കുന്നത്, ഒന്നിച്ച് നിൽക്കുന്നത്, ഒറ്റക്കെട്ടായി നിൽക്കുന്നത്, അത് ഈമാനിൻ്റെ ഭാഗമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവോ അവൻ ഫൽ യസിൽ റഹ്മ, അവൻ ആദ്യം കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബത്തോട്, അനിയന്മാരോട്, ചേട്ടന്മാരോട്, പെങ്ങന്മാരോട്, വാപ്പാട് ഉമ്മമാരോടും ബന്ധമില്ലാതെ നിങ്ങൾക്ക് ഈമാൻ നിലനിർത്താൻ കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈമാൻ വേണമോ? തഖ്വയും ഇഹ്സാനും, നമ്മൾ ഈ നിരന്തരം സംസാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ കുളമാക്കിയത് വിളക്കി ചേർക്കുക, നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് സോൾവ് ചെയ്യുക. നമ്മൾ തൗബയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുറ്റം ചെയ്താൽ ആദ്യം ചെയ്ത ആളിനോട് സോറി പറയുക. അത് അവൻ വന്നോ അല്ലെങ്കിൽ ഞാൻ വന്നോ എന്നതിനേക്കാളും അപ്പുറം ആദ്യം ആരാണോ മുൻകിടക്കുന്നത് അവനാണ് പുണ്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യം ഒരാൾ മറ്റവൻ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ ആദ്യം ചെന്ന് സോറി പറയുക എന്ന ഒരു മനോഭാവം ആദ്യം ഉണ്ടാക്കുക. അള്ളാഹുവിനോടും സോറി പറയുക. എന്നിട്ട് ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. എന്നിട്ട് ബാക്കി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതിനാണ് തൗബ എന്ന്, അതാണ് അതിൻ്റെ റൂട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം.
അതുകൊണ്ടാണ് ഈമാനിലും അള്ളാഹുവിലും പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യസ്ല റഹ്മ, നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബ ബന്ധം വിളക്കി ചേർക്കണം, ചേർത്ത് വെക്കണം, ബന്ധിപ്പിക്കണം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഈമാൻ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഉണ്ടാവുന്നില്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വേണം, ഭൗതികമായി തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണം. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മൻ അഹബ്ബ അൻ യുബ്സിത ലഹു ഫീ റിസ്ഖിഹി, ഓരോരുത്തരുടെയും റിസ്കിൽ, അവരുണ്ടാക്കുന്ന വിഭവങ്ങളിൽ, അവരുടെ സമ്പാദ്യത്തിൽ നിങ്ങൾക്കൊരു വിശാലത വേണമോ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഫയുൻസഉ ലഹു ഫീ അസ്രിഹി, അവൻ്റെ ബാക്കിയായ അവൻ്റെ അടയാളങ്ങളിൽ ഒരു ഇമ്പമുണ്ടാക്കണമെങ്കിൽ, ബാക്കിയാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൽ യസിൽ റഹ്മ, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. കൂട്ടുകുടുംബത്തിൻ്റെ ഗുണം അവിടെയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ഉമ്മ വാപ്പ, എൻ്റെ കൂട്ടുകുടുംബം എൻ്റെ കൂടെ നിൽക്കും. ഞാൻ അവരെ ബന്ധമുറിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോൾ. മൻഷാ വശുദ്ധ ഫിന്നാർ, ആരാണോ ഒറ്റയ്ക്ക് പെടുന്നവൻ അവൻ നരകത്തിലും ഒറ്റയ്ക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എങ്ങനെയാണ്? ഒറ്റപ്പെടുന്നവനെ വിശ്വാസിയായി ഇസ്ലാം പരിഗണിക്കുന്നില്ല. ഒരു വിശ്വാസി എപ്പോഴും അൽ മുഅ്മിനു മിർഅത്ത് മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ്. അപ്പോൾ രണ്ട് സഹോദരന്മാർ തമ്മിൽ എന്തായി മാറണം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ സഹോദരന്മാർ മാത്രമാണെന്ന് പ്രത്യേകം പറയുന്നതെങ്കിൽ യഥാർത്ഥ സഹോദരന്മാരെ എന്തായി മാറണം? ആദർശ ബന്ധുക്കളാണ് നമ്മൾ. അത് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സഹോദരന്മാരായിട്ടാണ്. സഹ ഉദരത്തിൽ, ഉമ്മാടെ ഉദരത്തിൽ ഒരുപോലെ ജനിച്ചവർ എന്നാണല്ലോ എൻ്റെ അർത്ഥം. ഉഖ്വത്തിൻ്റെ അർത്ഥം അതാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സഹോദരന്മാർ എന്തായി മാറണം? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധമാണ് ആദ്യം നിങ്ങൾ വിളക്കി ചേർക്കേണ്ടത്. അത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഭൗതിക ലോകത്ത് നിങ്ങളുടെ റിസ്കിൽ അഭിവൃദ്ധി വേണമെങ്കിൽ, പ്രോസ്പെരിറ്റി, വളർച്ച വേണമെങ്കിൽ കുടുംബ ബന്ധമുണ്ടാവണം. കുടുംബത്തോട് സ്നേഹമില്ലാത്തവന് അവൻ പിശുക്കനാവാം, അവൻ ആർത്തിയുള്ളവനാവാം, ഒറ്റപ്പെട്ടവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാവാം. അവൻ എന്താണുള്ള ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാമിലിക്ക് നിങ്ങൾ സദഖ കൊടുക്കുന്നത് ഒരുപാട് പുണ്യമുള്ളതാണ്. അതായത് നമുക്കറിയാം, മിസ്കീൻകൾക്ക്, അഗതികൾക്ക്, ഫുഖറാക്കൾക്ക് സദഖ കൊടുക്കാൻ ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട്, ഒരുപാട് ആയത്തും ഹദീസുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖ അലൽ മിസ്കീന് സ്വദഖ, ഒരു മിസ്കീന് നിങ്ങൾ സദഖ എഴുതിയാൽ ഒരു സദഖ മാത്രമേ ഉള്ളൂ. എന്നാൽ വഹിയ അലാ ദിർറഹ്മ ഇസ്നത്താൻ, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരനാണ് നിങ്ങൾ സദഖ നൽകുന്നതെങ്കിലോ അത് രണ്ട് സദഖകളുണ്ടാവും. അതിൽ ഒന്ന് സദഖ, രണ്ട് സിലത്ത്, കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പുണ്യം, രണ്ടാമത് സദഖ നൽകിയതിൻ്റെ പുണ്യം. അതായത് എന്തിനുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെക്കുറിച്ച് നിരന്തരം എങ്ങനെ പറയുന്നത്? ഒരു വിശ്വാസി എന്നത് എപ്പോഴും ഫാമിലി ഓറിയൻറ്റഡ് ആണ് എന്നതുകൊണ്ടാണ്. നമ്മളുടെ ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം, നമ്മുടെ 5 അടിസ്ഥാന സ്തംഭങ്ങൾ ഏതെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്നതുണ്ടോ? നമ്മൾ ഇസ്ലാം കാര്യങ്ങളെന്ന് പറയുന്ന 5 എണ്ണവും ഏതെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്നതുണ്ടോ? ഷഹാദത്ത് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നതാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ മറുപടി പറയുന്നുണ്ട്. നമ്മൾ ലോക മുസ്ലിങ്ങളെല്ലാവരും 5 നേരത്തും ഒന്നിച്ച് ചെയ്യുന്നതാണ് ഷഹാദത്ത്. നമസ്കരിക്കുമ്പോൾ നമ്മൾ ഷഹാദത്ത് ഒന്നിച്ചാണ് ചെല്ലുന്നത്. നമ്മൾ അത്തഹിയാത്തിലും ഷഹാദത്ത് ചൊല്ലുന്നു, ഒന്നിച്ചാണ് ചെല്ലുന്നത്. സ്വലാത്ത് ചൊല്ലുന്നു, ഒന്നിച്ചാണ് ചെല്ലുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമസ്കാരം, രണ്ടാമത് നമസ്കാരം, 5 വക്ത് നമസ്കാരം ഫർള്, ജമാഅത്ത് പള്ളിയിൽ ഫർളാണ്. അതിൻ്റെ പുണ്യങ്ങൾ ഇരട്ടിയാണ്. നമ്മൾ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. നോമ്പോ ഒരേ മാസത്തിൽ ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഒരേ സമയം ഒന്നിച്ച് ചെയ്യുന്നതാണ്. ഒരേ സമയം, ഒരേ മാസത്തിൽ, ഒരേ ഡേറ്റിൽ, ഒരേ ടൈമിങ്ങിൽ ഒന്നിച്ച് ചെയ്യുന്നതാണ്. സക്കാത്ത് ഞാൻ എനിക്ക് നൽകുന്നതല്ല, സക്കാത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. സമൂഹമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ് സക്കാത്ത്. ഹജ്ജോ ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സമ്മേളനമാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളടക്കം സമൂഹത്തെ എല്ലാവരെയും കണക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ
അത് ആദ്യം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ശരിയാവണമെങ്കിൽ ആദ്യം അത് കുടുംബത്തിൻ്റെ കാര്യം ശരിയാക്കണമെന്ന്. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഇസ്ലാമിൽ കുടുംബത്തിൻ്റെ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറിഞ്ഞ വിഘടിക്കപ്പെട്ട ഹൃദയങ്ങളെ വിളക്കി ചേർക്കുന്നവനാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഏറ്റവും പുണ്യമുള്ള നല്ല പണി ചെയ്തവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. കുടുംബബന്ധം മുറിക്കുന്നതിനേക്കാളും അപ്പുറം വിളക്കി ചേർക്കുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു സഹാബി ഒരിക്കൽ ഒരു സംഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. നബിയെ, ഞാൻ എൻ്റെ കുടുംബക്കാരനുമായി, എൻ്റെ അടുത്തുള്ള ഒരു കുടുംബമുണ്ട്, അവൻ ഞാനെപ്പോഴും അവനുമായി നല്ല കുടുംബ ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ്. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധം മുറിക്കും, ഞാൻ ബന്ധം കൂട്ടും. ഞാൻ അടുത്ത് വരുമ്പോൾ അവൻ അകന്നു പോകും. ഞാൻ നന്നായി അവനോട് പെരുമാറും, അവൻ എന്നോട് വളരെ മോശമായിട്ടാണ് ആ കുടുംബം എന്നോട് പെരുമാറുക. ഒരാൾ വന്ന് പരാതി പറയാണ്, ഞാൻ നന്നായി പെരുമാറുമ്പോൾ ആ കുടുംബം എന്നോട് മോശമായി പെരുമാറുന്നു, ഞാൻ നല്ല വർത്തമാനം പറയുമ്പോൾ മോശം വർത്തമാനം എന്നോട് പറയുന്നു, ഞാൻ ബന്ധം വിളക്കി ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ബന്ധം മുറിച്ചു കളയുന്നു. ഇത്തരം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈയോട് ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കുമുണ്ടാവും ആ പരാതി, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, എന്ത് തന്നെയാണെങ്കിലും നീ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടർച്ചയായി ചെയ്യുക, അതിലൊരു വിഘാതം വരുത്താൻ പാടില്ല, അതിലാണ് പുണ്യം. അവൻ എന്നോട് ബന്ധപ്പെടുന്നില്ല എന്ന് കരുതി ബന്ധം മുറിക്കേണ്ടവനല്ല വിശ്വാസി. എൻ്റെ കഴിവിൽ പരമാവധി എത്രത്തോളം എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നതാണ് വിശ്വാസി ആലോചിക്കേണ്ടതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒരു അഭൗതികമായ വിഷയത്തിലേക്ക് പോലും കുടുംബ ബന്ധത്തെ ചേർക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റഹ്മ മുഅല്ലഖത്തുൻ ബിൽ അർഷ്. ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം. അത് മാത്രമല്ല, എന്നിട്ട് ഈ തഖൂലു, ഈ കുടുംബ ബന്ധം പറയുന്നു, മൻ വസലനി വസലഹുല്ലാഹ്. കുടുംബബന്ധം ആ റഹ്മ പറയുന്നു, ഒരു വിശദീകരണം, ഒരു ചിത്രീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നെ ആര് ചേർക്കുന്നുവോ അവനെ അള്ളാഹു ചേർത്തിരിക്കുന്നു. പമൻ ഖതാനി, എൻ്റെ ഈ കുടുംബ ബന്ധത്തെ ആര് മുറിച്ചു കളഞ്ഞിരിക്കുന്നുവോ ഖതാഹു അല്ലാഹ്, അള്ളാഹും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നു, അള്ളാഹും അവനുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന്. അത് അള്ളാഹുവുമായി കണക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുംബ ബന്ധമില്ലാതെ അത് നടക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് ഖുർആനിലും ഹദീസിലും കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം വാപ്പയിലേക്കും ഉമ്മയിലേക്കും മുതിർന്നവരിലേക്കുമാണ് കുടുംബ ബന്ധത്തിൻ്റെ കാര്യം ആദ്യം പറയുക. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അവഗണിച്ച് കളയുന്ന ഒരു കാര്യമാണ് കുട്ടികളോടുള്ള നമ്മളുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുട്ടികളെയായിരുന്നു. അത് ഹസനാവട്ടെ, ഹുസൈനാവട്ടെ, സൈനബിൻ്റെ മകൾ ഉമൈമയാവട്ടെ, അവരെയൊക്കെ ചേർത്തുകൊണ്ട് പള്ളിയിൽ പോവുക, നമസ്കരിക്കുമ്പോൾ അവർ തോളിലും കഴുത്തിൽ തൂങ്ങി കിടക്കുക, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആനന്ദം കൊള്ളുന്ന കഥകൾ നമുക്ക് ധാരാളം ഹദീസിൽ കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന. നമ്മൾക്കിടയിലെ ചെറിയ കുട്ടികളെ അവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽപ്പെട്ടവനല്ല എന്ന രീതിയിൽ ഒരുപാട് ഹദീസുകൾ കാണാം. അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ പുറത്തു പോയി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു മുസ്ലിം എന്ന രീതിയിൽ ക്വാളിറ്റി അവനില്ല എന്നാണ് എൻ്റെ അർത്ഥം. മുസ്ലിം എപ്പോഴും എന്താവും, നമ്മുടെ ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നവനാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയാരിഫ് ഷറഫ് കബീറന. അത് മാത്രമല്ല, മുതിർന്നവരുടെ ഷറഫ്, അവരുടെ സ്ഥാനം, മഹത്വം തിരിച്ചറിയാത്തവനും നമ്മളിൽപ്പെട്ടവനല്ല. ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരോട് മഹത്വം, അവരുടെ വയസ്സിൻ്റെയും അറിവിൻ്റെയും അനുഭവ പരിചയത്തിൻ്റെയും ആ ഒരു സ്ഥാനം നൽകാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല. ഏതെങ്കിലും ഒരാളെ മാത്രം വകതിരുത്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്.
ഒരു കുടുംബത്തിൻ്റെ രണ്ടുപേരെയും, താഴ്ന്നവരെയും മുതിർന്നവരെയും ചേർത്തുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. അതായത് ഒരു മുസ്ലിം ആവണമെങ്കിൽ കൂട്ടത്തിലുള്ളവരോട്, ചെറിയവരോട് കാരുണ്യം കാണിക്കാൻ നമുക്ക് കഴിയണം. മുതിർന്നവരോട് ഷറഫ്, അവരുടെ മഹത്വം നൽകാനും കഴിയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതുമാത്രമല്ല, ഈ ഒരു വർത്തമാനം പൊതുവായി പറഞ്ഞതും കാണാം. മല്ലം യർഹമുന്നാസ്, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവൻ ലാ യർഹമുല്ലാഹ്, അള്ളാഹുവും കാരുണ്യം കാണിക്കില്ല. ഒരു സംഭവമുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ഉമൈമയോ മറ്റോ പേരക്കുട്ടിയെ എടുത്ത് മുത്തം കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ സഹാബി എന്നിട്ട് പറഞ്ഞു, എനിക്ക് 10ഓളം മക്കളുണ്ട്, ഞാനിതുവരെ ആരെയും ഇങ്ങനെ മുത്തം കൊടുത്തിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കാത്തവനെ ആകാശത്തുള്ളവർ കാരുണ്യം കാണിക്കില്ല. മക്കളോട് കാരുണ്യം കാണിക്കാത്തവർ, അവരോട് കരുണ പോലും പെരുമാറാത്തവർ, അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാത്തവർ, അവരുടെ വർത്തമാനങ്ങളെ കേൾക്കാത്തവർ, അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാത്തവർ, അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്താത്തവർ. വാപ്പ എന്നുള്ള പേര് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പൊസിഷന് അവർ അർഹരല്ല എന്നാണ് ഇസ്ലാം, ഖുർആൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കരഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. സൈനബ് റളിയല്ലാഹു അൻഹ നബിയുടെ മൂത്ത മകളാണ്. അവർ മരണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എടുത്തിട്ട് കരയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സഹാബികൾ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കേൾക്കുന്നത് എന്താ, നിങ്ങൾ ആരെയും മരിച്ചാൽ വല്ലാണ്ട് അലമുറയിട്ട് കരയാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല. പക്ഷെ നബി അങ്ങനെ ചെയ്തില്ലെങ്കിലും കണ്ണുനീര് ധാരയായ ഒഴുകുന്നത് കണ്ടു. അപ്പോൾ സാദടക്കമുള്ള ചില സഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്ത് പറ്റി, ഇങ്ങനെ എന്തിനാണ് കരയുന്നത് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ മറുപടി, ഹാദിഹി റഹ്മത്തുൻ ജഅലല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ച കരുണയുടെ ഭാഗമാണ് കരച്ചിൽ വരിക എന്നത്. കുട്ടികൾക്ക് വേണ്ടി കരയാൻ നമുക്ക് കഴിയണം. അത് മരിച്ചതുകൊണ്ട് മാത്രമല്ല, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം നിന്ന് അത് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമ, അള്ളാഹു കരുണ നൽകുന്നത് കാരുണ്യമുള്ളവർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു. നമുക്ക് കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ളവരോട്, കുടുംബക്കാരോട് കരുണ കാണിക്കണമെന്നാണ് ഈ സംഭവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞത്. സൂറത്തുൽ ലുഖ്മാനിൽ, അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ നിരവധി വിഷയങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. എങ്ങനെയാണ് മാതാപിതാക്കളോട് നിങ്ങൾ പെരുമാറേണ്ടത്? സൂറത്തുൽ ലുഖ്മാനിൽ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ വലാ തുതിഉഹുമ, നിങ്ങളവരെ അനുസരിക്കേണ്ടതില്ല. കാരണം ലാ താഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനും ഒരു താഅത്തുമില്ല, ഒരു അനുസരണവുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിന് ഒരു അനുസരണവുമില്ല. അത് സ്വന്തം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ശരി. പക്ഷെ അതേസമയം സൂറ ലുഖ്മാനിൽ ചേർത്ത് പറഞ്ഞു, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഈ ദുനിയാവിൽ നന്നായി പെരുമാറുകയും വേണം, അവരെ വേദനിപ്പിക്കരുത്. പല സഹാബികളും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വന്ന് പറയും, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ കുടുംബം അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഞാൻ എന്ത് നിലപാടാണ് അതിനോട് കാണിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം. വിശ്വാസം വേറെയായി എന്നതുകൊണ്ട് അവരോട് ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലം പ്രബോധനം തുടങ്ങിയപ്പോൾ ചില മുശ്രിക്കുകൾ പറഞ്ഞ ഒന്നാമത്തെ വാദം, ഇയാൾ വന്നത് കുടുംബബന്ധം വിച്ഛേദിക്കാനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ ആദ്യവും അവസാനവും പറയുന്ന മെയിൻ കാര്യം എന്താണ്? സിലത്തുർ റഹ്മ, കുടുംബബന്ധം ചേർക്കലാണ്. വിശ്വാസം വിരുദ്ധമാണെങ്കിൽ പോലും മാതാപിതാക്കളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് സൂറ ലുഖ്മാനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, കൂട്ടുകുടുംബവുമായുള്ള ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിനോട് ചേർത്ത് പറയുന്നത് കാണാം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണമെന്ന്. ഏത് ഇബാദത്തിനോട് ചേർത്ത് വെച്ചതാണ് മാതാപിതാക്കളുള്ള നല്ല പെരുമാറ്റം.
അതിന് താഴെ ഒരുപാട് 10-15ഓളം നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഭാഗത്ത് തന്നെ ഇസ്രായേൽ പറയുന്നത് കാണാം. അതിലൊന്നാണ് കൂട്ടുകുടുംബവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. അതിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു വന്നാൽ നിങ്ങൾ അവരെ കൗലൻ മൈസൂറ, നല്ല ലളിതമായ വാക്ക് പറഞ്ഞിട്ടാണ് മടക്കി അയക്കേണ്ടത്. അല്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോശമായ പദങ്ങൾ ഉപയോഗിച്ച് കുടുംബക്കാരുടെ ഹൃദയം മുറിപ്പെടുത്താൻ പാടുള്ളതല്ല. സൂറത്തു നിസായിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അനന്തരാവകാശ നിയമം പറയുന്ന ഭാഗത്ത് നിങ്ങൾ അനന്തരാവകാശം വീതിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുടുംബക്കാർ വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് മാന്യമായ വാക്ക് പറഞ്ഞ് പിരിച്ചു വിടുകയും ചെയ്യുക എന്ന് പറയുന്നത് കാണാം. കാരണം നമുക്കറിയാം അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് അടുത്ത ക്ലോസ്ഡ് ആയ റിലേറ്റീവ്സിനുള്ളതാണ്, പുറത്തുള്ളവർക്കല്ല, ദൂരെയുള്ള റിലേറ്റീവ്സിനുള്ളതല്ല. എന്നിട്ട് പോലും സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമം പറയുന്ന ഭാഗത്ത് കുടുംബക്കാർ ആരെങ്കിലും വന്നാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു, ഇല്ലെങ്കിലോ മാന്യമായ വാക്ക് പറഞ്ഞ് അവരെ പിരിച്ചുവിടാനും പറഞ്ഞു. നമ്മൾ സമ്പത്ത് എന്നത് എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അഹങ്കാരമോ അല്ലെങ്കിൽ അല്പത്തരമോ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം എന്ന് ചിന്തിപ്പിക്കുന്ന കാര്യമാണ് സമ്പത്ത്, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിനെ, സമ്പത്തിനെ, അനുഗ്രഹത്തെ പരീക്ഷണമായും പറയുന്നത് കാണാം, അമാനത്തായും പരിചയപ്പെടുത്തുന്നത് കാണാം. അള്ളാഹു തന്നൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് മാത്രമാണ് സ്വന്തം മക്കളെയും അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്ത് ദുനിയ, മക്കളും സമ്പത്തുമൊക്കെയും ഈ ദുനിയാവിലെ അലങ്കാരം മാത്രമാണ് എന്ന് പരിചയപ്പെടുന്നത് കാണാം. അത് പരീക്ഷണമായിട്ടും പരിചയപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇതൊക്കെയും ഈ സമ്പത്ത്, ഈ അല്പത്തരം എപ്പോഴാണ് പരീക്ഷിക്കപ്പെടുക? സമ്പത്തിനുള്ള നമ്മുടെ നിലപാട് ഒരാൾ നമ്മളോട് കാശ് ചോദിച്ചു വരുമ്പോഴാണ്. പ്രത്യേകിച്ച് കുടുംബക്കാരായ, ഇതുവരെയൊന്നും ബന്ധമില്ലാത്ത, എന്നാൽ നമ്മൾ വീതിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വരുന്ന പാവങ്ങളായ കുടുംബക്കാരെ കുറിച്ചിട്ടാണ് സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരെ മോശമായ വാക്ക് പറഞ്ഞിട്ടല്ല, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അവരെ തിരിച്ചയക്കുക എന്നാണ് പറഞ്ഞത്. അവരെ വെറുപ്പിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറഞ്ഞത്. ഇത്രയും ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി കുടുംബത്തിൻ്റെ വിഷയത്തിലേക്കാണ് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എങ്ങനെയാണ് കുടുംബത്തോടുള്ള കാഴ്ചപ്പാടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു ഭാര്യ ഭർത്ത ബന്ധം, കാരണം എല്ലാ കുടുംബ ബന്ധവും തുടങ്ങുന്നത് ദാമ്പത്യത്തിൽ നിന്നാണ്. ഈ ദാമ്പത്യ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. സൂറത്ത് റൂം 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്. അതായത് വിവാഹം എന്നത്, ദാമ്പത്യം എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, ആയത്താണ്. എന്ന് മാത്രമല്ല, എന്തിനാണ് ഇണയെ തന്നത്? ഇണ, തുണ. കാരണം ഭാര്യ ഭർത്താവ് എന്നുള്ള പദം ഇസ്ലാമികമല്ല. ഭർത്താവ് എന്നത് പദത്തിൻ്റെ അർത്ഥം ഭരിക്കുന്നവനും, ഭാര്യ എന്നത് ഭരിക്കപ്പെടുന്നവളൊന്നുമാണ്. ഇസ്ലാമിൽ ഇണ എന്നുള്ള ഭാഷയിലാണ് അത് പരിചയപ്പെടുത്തുന്നത്. സൗജി എന്നുള്ള പദമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ലാതെ ഭരിക്കപ്പെടുന്നവളും ഭരിക്കുന്നവനും എന്നുള്ള അർത്ഥത്തിലല്ല. ചുമതലയുടെ കാര്യത്തിലാണ് ആണുങ്ങൾക്ക് മേൽക്കൈയുള്ളത്. ഭർത്താവ് എന്നത് നമ്മളുടെ പദം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്നത് അയാൾക്കുള്ള സാമ്പത്തികമായ കുടുംബത്തിൻ്റെ കാര്യത്തിലുള്ള ചുമതലയാണ്, അമിത ചുമതലയാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ചർച്ചയിൽ, ഈ ഭാര്യ ഭർത്ത ബന്ധത്തിൽ മൈ മണി ഈസ് മൈ മണി ആൻഡ് ഹിസ് മണി ഈസ് മൈ മണി. ഭർത്താവിൻ്റെ മണീനെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് പെണ്ണുങ്ങൾ പറയുന്നൊരു കൺസെപ്റ്റാണ്. ഇസ്ലാമിൽ അത് തന്നെയാണുള്ളത്. അതായത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരി ക്യാഷ് കുടുംബത്തിൽ ചെലവഴിക്കാൻ നിർബന്ധിതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, മൻസ്തതാ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്, നിങ്ങൾക്ക് കഴിവുള്ളവരാണ് വിവാഹം കഴിക്കേണ്ടത്. കുടുംബത്തെ പോറ്റാൻ കഴിവുള്ളവരാണ്, ആരാണിനോടാണ് പറയണത് വിവാഹം കഴിക്കേണ്ടത്. അതായത് കുടുംബത്തെ പോറ്റേണ്ടത് ആണാണ്, പെണ്ണല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് വാത്തുനിസാ സ്വതക്കാത്തിഹിന്ന നീല, പെണ്ണുങ്ങൾക്ക് സമ്മാനം സ്വതക്ക കൊടുക്കാനാണ് പറഞ്ഞത്, തിരിച്ചെടുക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് അമിത ചുമതലയാണ് ഇസ്ലാമിൽ ആണിനുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, എന്തിനാണ് ഇണയെ അള്ളാഹു ഒരു ആയത്തായി സൃഷ്ടിച്ചത്? ലി തസ്കുനു ഇലൈഹ, ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജഅല ബൈനക്കും മവദ്ദത്തം വ റഹ്മ,
വിവാഹത്തിൻ്റെ 3 അടിസ്ഥാന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 1, വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ശാന്തിയാണ്. 2, വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മവദ്ദത്ത, അനുരാഗമാണ്, പ്രണയമാണ്. 3, വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് റഹ്മത്താണ്, കാരുണ്യമാണ്. ഈ 3 കാര്യങ്ങളും ഒരാളുടെ വിവാഹത്തിലില്ല എങ്കിൽ വിവാഹം ശരിയായ വഴിയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. വിവാഹം കഴിച്ചതോടുകൂടി ശാന്തി നഷ്ടപ്പെട്ടവർ നമുക്കിടയിലുണ്ട്. വിവാഹം കഴിച്ചതോടുകൂടി സകലവിധ പ്രണയഭാവങ്ങളും ഇല്ലാതായവരും നമുക്കിടയിലുണ്ട്. കുറച്ചൊക്കെയും കാരുണ്യമുള്ളവർ കല്യാണം കഴിച്ചതോടുകൂടി കാരുണ്യമില്ലാതായവരും നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് പോകുമ്പോൾ പ്രപ്പോസൽ ശരിയായി നടത്തണം. അത് പ്രത്യേകം നിർബന്ധമാക്കിയ കാര്യമാണ്. അതായത് മകന് വേണ്ടി പെണ്ണ് നോക്കേണ്ടത് വാപ്പയോ ഉമ്മയോ അല്ല. മകന് വേണ്ടി അവൻ്റെ ഇണയെ നോക്കേണ്ടത് മകൻ തന്നെയാണ്. അവരുടെ താല്പര്യവും അവരുടെ തൃപ്തിയുമാണ് വിവാഹത്തിൽ അടിസ്ഥാനം. അവരാണ് ജീവിക്കാൻ പോകുന്നത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനോട് ചോദിച്ച്, ഇങ്ങനെ ഒരു ഖിത്ബത്ത് കല്യാണാലോചന കഴിഞ്ഞ് വന്നപ്പോൾ ചർച്ചയൊക്കെ നടന്നു വന്നപ്പോൾ എന്തായി, അപ്പോൾ പെണ്ണിനെ കണ്ടോയെന്ന് ചോദിച്ചു. അവൾ നോക്കിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പോയി നോക്കാൻ പറഞ്ഞു. അതാണ് നിൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഇപ്പോഴും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യൻ പല ഭാഗങ്ങളിലും പെണ്ണിനെ ചെറുക്കൻ കാണുന്നത് കല്യാണ ദിവസമാണ്. പല ഭാഗങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയെ പറയുന്നത്. ഉൾഭാഗങ്ങളിലെ ചെന്നൈയിലടക്കം ഒരിക്കൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വിവാഹം നടന്നു. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനോട് ഞാൻ ചോദിച്ചു, ഇല്ല നമ്മൾ കണ്ടിട്ടില്ല, അത് എൻ്റെ കുടുംബങ്ങളൊക്കെ കണ്ടു, ഞാൻ ഫോട്ടോ കണ്ടു. ഇത് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ കാര്യമാണ്, പോയി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ പെണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ലാ തുൻകഹുൽ ബിക്ര ഹത്താ തുസ്തഅ്സൻ, ഒരു കന്യകയായ ഒരു പെണ്ണിനോട് അനുവാദം ചോദിക്കാതെ വിവാഹം നടക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു, വല സയ്യിബ് അല തുസ്തഉമർ, വിധവയായ ഒരു സ്ത്രീ ആണെങ്കിൽ അവളോട് കൂടി ആലോചിക്കാതെയും ഒരു വിവാഹം നടക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സംഭവത്തിൽ ഒരു സ്ത്രീ വന്നിട്ട്, ഒരു സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ എന്നെ നിർബന്ധിച്ച്, വാപ്പയുടെ സഹോദരൻ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഡൈവേഴ്സ് വേണോ, ഞാൻ റെഡി എന്ന രീതിയിൽ നബി മറുപടി പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതല്ല, ഇന്നീക്കത് അജസ്റ്റ് മാ സനാബി, ഞാൻ എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ വാപ്പ എന്താണോ പറഞ്ഞത് ഞാനത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലാക്കിൻ അറത്തു അൻ തഅലമൻ നിസാ അൻ ലൈസലിൽ അബാഇ മിൻ അംരി ഷൈഅ, ഞാൻ എന്തിനാ നബിയുടെ അടുത്ത് വന്നതെന്നറിയാമോ? പെണ്ണുങ്ങൾ അറിയാൻ വേണ്ടി ഈ കാര്യത്തിൽ വാപ്പമാർക്ക് പ്രത്യേകിച്ച് റോളില്ല എന്ന്. നമ്മൾ നമ്മുടെ പെൺമക്കളെ അവരുടെ അനുവാദവും തൃപ്തിയുമില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ട് എന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യം കൂടിയിട്ടാണ്. ഇങ്ങനെ പെണ്ണുങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തൃപ്തിയില്ലാതെ വിവാഹമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും അത് മവദ്ദത്തുണ്ടാവാത്ത, അനുരാഗമുണ്ടാവാത്ത, റഹ്മത്തുണ്ടാവാത്ത, തസ്കുനു ഇലൈഹ എന്ന് പറയുന്ന സുക്കൂൻ, ശാന്തിയില്ലാത്ത വിവാഹത്തിന് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ആ ഹറാമായ, അതായത് ഒരു നരകിച്ച ലൈഫിന് നമ്മൾ കാരണമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത ഒരു കാര്യത്തെ നമ്മൾ ധിക്കരിക്കുന്നു എന്നായി മാറും. കുടുംബം തിരുസുന്നത്തിൻ്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളെ നരകിച്ച ലൈഫ് കൊടുക്കണമോ, അവർക്ക് തൃപ്തിയുള്ള, അവർക്ക് പ്രണയം ലഭിക്കുന്ന, ശാന്തി ലഭിക്കുന്ന വിവാഹ ജീവിതമാണോ നൽകേണ്ടത് എന്ന് നമ്മളും കൂടി തീരുമാനിക്കണം. അത് അവരുടെ തൃപ്തി അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഭാര്യമാരുടെ ഉത്തരവാദിത്വത്തെയാണ് കൂടുതൽ പറയുക. ഭർത്താക്കന്മാരുടെ അവകാശം, ഭാര്യമാരുടെ ഉത്തരവാദിത്തം, അവൾ എനിക്കത് ചെയ്യണം, ഇത് ചെയ്തു തരണം, അങ്ങനെ ആവണം. പക്ഷെ അതേസമയം തന്നെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല? പക്ഷേ ഖുർആൻ എന്തിനാണ് അവതരിച്ചത്? ഒരു കാര്യം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയിട്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഒരു പെണ്ണ് ജനിച്ചതെങ്കിൽ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ
സ്വന്തമായ അനന്തരാവകാശ നിയമങ്ങളില്ലാതിരിക്കുമ്പോൾ, വിവാഹത്തിൽ സ്വന്തമായ തീരുമാനങ്ങളില്ലാതിരിക്കുമ്പോൾ, സമൂഹത്തിൽ എന്തെങ്കിലും റോള് വഹിക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, ഇതൊക്കെയും കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ഖുർആനെ നമ്മളിലേക്ക് അയച്ചു തന്നത്. അപ്പോഴും നമ്മളിവിടെ ഇരുന്ന് ഭർത്താക്കന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും ഭാര്യമാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഖുർആൻ നേരെ തിരിച്ചാണത് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക, ജീവിതം നിലനിർത്തുക. ആശിറു എന്ന് വെച്ചാൽ നല്ല കുടുംബ ബന്ധം നിലനിർത്തുക എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ചില ഭാര്യമാർ നബിയുടെ അടുത്ത് പരാതിയായിട്ട് വന്നു, ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ കൗമിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരാണ് ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ. ഖിയാറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങൾ ഏറ്റവും നല്ലവരാരാണ്? കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. വനാ ഖൈറും ലി അഹ്ലിഹി, കാരണം ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അതാണ് നിങ്ങളും ആവേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. പക്ഷേ നമ്മൾ ഏതോ ഒരായത്തിൽ സ്ത്രീകളെ അടിക്കാമെന്ന് പറയുന്ന ഒരു ചർച്ച ഉള്ളതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അടിക്കാം എന്ന രീതിയിലേക്കാണ് ഗവേഷണം നമ്മൾ നടത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയൊക്കെ അടിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ ഇന്നിരുന്നു കൊണ്ട് ഏതൊക്കെ രീതിയിൽ പെണ്ണിനെ തളച്ചു കെട്ടാം എന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച പോകുന്നത്. ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ സ്ത്രീക്ക് കൊടുത്ത അവകാശങ്ങളെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം പഠിപ്പിച്ചതിലൂടെ സ്ത്രീകൾക്ക് കൊടുത്ത അവകാശങ്ങളെ കൂടി നന്നായി ധാരണ ഉണ്ടാവൽ നമുക്ക് അനിവാര്യമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന മിൻ അക്മലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളിൽ ഏറ്റവും പൂർണ്ണത ഉള്ളവൻ ആരാണ്? നല്ല പൂർണ്ണത, അതായത് ഈമാൻ പൂർണ്ണമായി കൊണ്ട് നടക്കുന്നവൻ ആരാണ്? അവർ അഹ്സനു ഖുൽഖ, നല്ല സ്വഭാവമുള്ളവരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, തങ്ങളുടെ പെണ്ണുങ്ങളോട് ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഭാര്യമാരോട്, ഇണകളോടുള്ള, തുണകളോടുള്ള ഏറ്റവും നല്ല സ്വഭാവത്തെ ചേർത്ത് വച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഞാനൊന്ന് അടുക്കളയിൽ പോയി പെണ്ണിനെ സഹായിച്ചാൽ എൻ്റെ ഇമേജിന് എന്തോ കുഴപ്പം സംഭവിക്കും എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രം കഴുകി സഹായിച്ചതായും കൂടെ നിന്നതായും ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷേ നമ്മൾ പോയാൽ എൻ്റെ ഇമേജിന് എന്തോ ഒരു ഇടിവ് പറ്റും എന്നും കരുതുന്നവരാണ് നാം. ഭാര്യമാരോട് ചേർന്ന് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തിയതായി ഹദീസുണ്ട്. അവരുമായി ചേർന്ന് നിന്ന് എത്യോപ്യക്കാരായ ഡാൻസുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തതായും കഥകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ഒരുപാട് ഇണങ്ങിയും പിണങ്ങിയും ചെയ്യുന്ന കഥകൾ ഒരുപാട് കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് എപ്പോഴാണ് പിണക്കമെന്നും എപ്പോഴാണ് ഇണക്കമെന്നും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, നീ എന്നോട് പിണക്കമുള്ള സാഹചര്യങ്ങളിൽ റബ്ബ് ഇബ്രാഹീമിൻ്റെ റബ്ബെന്ന് പറഞ്ഞ് നീ സത്യം ചെയ്യും. നീ എന്നോട് ഇണക്കമുള്ള സാഹചര്യങ്ങളിൽ റബ്ബ് മുഹമ്മദിൻ്റെ റബ്ബെന്നും പറഞ്ഞായിരിക്കും നീ സത്യം ചെയ്യുക. അപ്പോൾ ഇണക്കമുള്ള സാഹചര്യങ്ങൾ, കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലുള്ള ഇളയ കുട്ടിയാണ്, ഇളയ ചെറുപ്പമുള്ള ഭാര്യയാണ്. അതുകൊണ്ട് കൂടുതൽ ആയിഷ റളിയല്ലാഹുവിനുമായിട്ട് ഒരുപാട് ഹദീസുകൾ കാണാം. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ റളിയല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവ കഥകൾ അവരുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അതായത് ഇത്രയും ഇണക്കമുള്ള നല്ലൊരു മാതൃകാ ജീവിതമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും കാണിച്ചത്. എന്തുകൊണ്ടാണ് സിന ഹറാമാക്കിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൈവാഹിക ജീവിതത്തിലെ ലൈംഗിക ബന്ധം ഇബാദത്താണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അതെങ്ങനെയാണ് നബി അത് ഇബാദത്താവുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിന ഹറാമല്ലേ, വിവാഹേതര ബന്ധങ്ങൾ അത് ഹറാമല്ലേ, എന്നാൽ വിവാഹത്തിലുള്ള ബന്ധം അത് ഇബാദത്താണ്. അതുപോലെ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നത് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ മാത്രമല്ല, വിവാഹം കഴിഞ്ഞവരായ പലരെയും സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ്. ഇതേപോലെ സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഹദീസ് നോക്കുക, എത്രത്തോളം സുന്ദരമായ വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, അക്രമം കാണിക്കാൻ പാടില്ല, അവരുടെ തൃപ്തിയും കൂടി പൂർത്തിയാവുന്ന തരത്തിൽ വേണം അവരോട് ലൈംഗിക ബന്ധം പുലർത്തേണ്ടത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം.
അവരെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ താല്പര്യം കഴിഞ്ഞു പോയി മാറിക്കിടക്കുന്നവനല്ല വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെയും കൂടി തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണം എന്ന് പോലും പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞത് എത്രത്തോളം സൂക്ഷ്മമായ ആഴത്തിലുള്ള ബന്ധമുള്ള പരസ്പര ധാരണയുള്ള വൈവാഹിക ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതെന്ന് നമുക്കിതിലൂടെ കാണാം. അതുപോലെ തന്നെ വേറൊരു ഹദീസ്, ലാ യുഫരിഖു മുഅ്മിനു മുഅ്മിനത്തുൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനത്തിന്, അതായത് സ്വന്തം ഭാര്യയായ മുഅ്മിനത്തിന് തെറി വിളിക്കില്ല, ആക്ഷേപിക്കില്ല, അവരോട് വല്ലാതെ കോപിഷ്ഠരാവുകയില്ല. ഇൻ കരിഹ മിൻഹാ ഹുൽഖൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, മുഅ്മിനത്തായ തൻ്റെ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ടത് അവൻ കാണുകയാണെങ്കിൽ റളിയ മിൻഹ ആഖർ, വേറെന്തെങ്കിലും നല്ലത് അവളുടെ ജീവിതത്തിലുണ്ടാകും. കാരണം നമ്മളോട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കൂടെ ജീവിക്കുന്ന ഒരു ഇണയ്ക്ക് നല്ലതും തിന്മകളും ഉണ്ടാവും. നമ്മുടെ ഇണയുടെ തിന്മകളെ പർവ്വതീകരിച്ച് അവളെ സമൂഹത്തിലും കുടുംബത്തിൻ്റെ മധ്യത്തിലും മോശമായി ചിത്രീകരിക്കുന്നത് ഏറ്റവും വൃത്തികെട്ടവന്മാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം ഭാര്യയുടെ രഹസ്യങ്ങൾ, സ്വന്തം ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ സമൂഹ മധ്യത്തിൽ വിതറുന്നത് വൃത്തികെട്ടവന്മാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് കുഴപ്പങ്ങളെ, പ്രശ്നങ്ങളെ കുടുംബത്തിനുള്ളിൽ, വീട്ടിനുള്ളിൽ പരിഹരിച്ച് യോഗങ്ങൾ നടത്തി, ചർച്ചകൾ നടത്തി സൊല്യൂഷൻ കണ്ടെത്തേണ്ടവരാണ് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുടുംബബന്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഅയത്തിഹി എന്നാണ്. നിങ്ങളെല്ലാവരും നേതാക്കന്മാരാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ അക്കൗണ്ടബിളാണ്, ചോദ്യം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ കാര്യത്തിൽ വാപ്പ എന്ന നിലയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, ഉമ്മ എന്ന നിലയിലും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഞാൻ ഇത്രയും ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത് ഇസ്ലാമിൽ കുടുംബം എന്നത് അത്രയും പവിത്രമായ ഒരു പൊസിഷൻ ഇസ്ലാം കൊടുക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ നമ്മളോട് അവസാനിപ്പിക്കുന്നത് ഇത് ഒരു ഉത്തരവാദിത്തമുള്ള ബന്ധമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട ബന്ധമാണ്. അത് ജ്യേഷ്ഠാനിയന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ശിക്ഷകൾ നമ്മൾ ഓർത്തുകൊണ്ട് അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തിഹി, തൻ്റെ കീഴിലുള്ളവരുടെ സംരക്ഷിതരായവരുടെ ആൾക്കാരുടെ കാര്യത്തിൽ ഓരോരുത്തരും അക്കൗണ്ടബിളാണ്. നമ്മൾ സൂറത്തുൻ നാസിലും അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നതായി പറയുന്നു. അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് കിടക്കേണ്ടവരാണെന്നും പറയുന്നുണ്ട്. അതിൽ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന സൂറത്തുൽ ഫലക്കിൽ പറയുന്നത് കാണാം. അതായത് കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും. അതായത് അന്ന് മന്ത്രവാദിനികളായ സ്ത്രീകൾ ഊതിക്കെട്ടുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? കുടുംബ ബന്ധം കുളവാക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കാര്യത്തിൽ കൂടോത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്നും ബന്ധങ്ങൾ വൃത്തികേട് കുളവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടോത്രങ്ങൾ ഉപയോഗിക്കുന്നത്, മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ടാണ്, ചർച്ച ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, ബന്ധനങ്ങളിൽ കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്നും. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പോലും ഒരു വിശ്വാസി ഓതിക്കൊണ്ട് കിടക്കേണ്ടത് പറഞ്ഞത് ഇതാണ്, കുടുംബ ബന്ധങ്ങളെ കുളവാക്കുന്നവരുടെ ഷെറിൽ നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി ഉറങ്ങുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നത്. പക്ഷേ നമ്മളിൽ എത്ര പേർ, നമ്മൾ അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മളിൽ എത്ര പേർ നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോഴും വഷളായിരിക്കുകയും എന്നാൽ ഒട്ടും ഇതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഇല്ലാതെ, ഒട്ടും ഒരു ഗൗനവും നൽകാതെ വളരെ ശാന്തമായി എനിക്കൊരു പ്രശ്നമില്ല എന്ന തരത്തിൽ ഉറങ്ങാൻ ധൈര്യമുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത് ഈ തരത്തിലുള്ള ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടാണ് ഉറങ്ങേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾക്കിടയിൽ, നമ്മുടെ കുടുംബക്കാർക്കിടയിൽ കുടുംബ ബന്ധം കുളവാക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ സമാധാനപൂർവ്വം കിടന്നുറങ്ങുകയും ചെയ്യുന്നവർ. നമ്മൾ അറിയേണ്ടത് ഒരാളുടെ ഉറക്കമെന്നത് മരണമാണ്. നമ്മൾ എല്ലാ ദിവസവും സുബൈക്ക് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പടച്ചവനെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച നിനക്ക് സ്തുതി എന്നാണ് നമ്മൾ പറയുന്നത്. ആർക്കറിയാം നമ്മൾ എപ്പോഴും എഴുന്നേൽക്കുമെന്ന്?
കുടുംബബന്ധം മോശമായിരിക്കെ മരിക്കുന്നവന് അവസ്ഥയാണ് നമ്മൾ ആദ്യം ക്ലാസ്സുകൾ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അതല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ആരോടൊക്കെ എനിക്ക് സോറി പറയാൻ പറ്റും, ആരോടൊക്കെ എനിക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റും എന്നാലോചിച്ചിട്ടാണോ നമ്മൾ ഉറങ്ങുന്നത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ തഹാബ്ബൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളിലാരും പരസ്പരം ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന്. നമ്മൾ ആ ഒരു ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. വെറുപ്പും വിദ്വേഷവും കുന്നായ്മയും കുശുമ്പും കുയിന്തും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് ശരിയായ വിശ്വാസിയാവാൻ കഴിയില്ല എന്നാണ് കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പരമാവധി സൂക്ഷിക്കുക, ജാഗ്രതരായി മാറുക, തഖ്വ പുലർത്തുക. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. കുടുംബബന്ധം ചേർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമോ, കുടുംബബന്ധത്തെ ഒരു പരിഗണനയും കൊടുക്കാതെ നരകത്തിലേക്ക് പോകണമോ എന്നാണ് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടത്. ആ ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങുന്നതിന് മുമ്പും നിരന്തരം ഉണ്ടാവേണ്ടതാണ്. പരിഹാരങ്ങൾ കാണേണ്ടവരാണ്. നല്ല കുടുംബബന്ധം ചേർക്കുന്ന, കാരുണ്യമുള്ള, പരസ്പരം കരുണ കാണിക്കുന്ന, നല്ല ഇമ്പമുള്ള കുടുംബക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പാളിച്ചകൾ സ്വാഭാവികമാണ്. അതിനെ തിരുത്തി നല്ല വിശ്വാസികളാവുവാൻ, നല്ല മുസ്ലിം ആവുവാൻ, നല്ല മുഅ്മിനാവുവാൻ, കുടുംബത്തിന് ഉള്ളവരാവുവാൻ, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചിന്തിക്കുന്നവനുമുള്ളവരാവുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും, മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും, കുടുംബക്കാർക്ക് വേണ്ടിയും നന്നായി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. നമ്മളിലൂടെ നല്ല സ്വാലിഹകളായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനൊപ്പം കഅബ പടുത്തുയർത്തുന്ന നേരത്ത് ഒന്നിച്ച് പ്രാർത്ഥിച്ച വേള സൂറ ബഖറയിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ മക്കൾക്കൊപ്പം, വാപ്പമാർക്കൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബക്കാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. ഇതേപോലെ പരലോകത്തും അള്ളാഹുവിൻ്റെ വിചാരണ വേളയിൽ സന്തോഷത്തോടുകൂടി വിചാരണ നേരിടുന്നവരായ വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.